അരുൺ അറിയാലോ, അരുണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന, സമൂഹത്തിലെ ഒരുപാട് വ്യക്തികളുമായി ബന്ധപ്പെടുന്ന, ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെയും അല്ലാത്ത പക്ഷത്തും ഒക്കെ ബന്ധപ്പെടുന്ന ആളാണ്. എന്താണ് പാർട്ടി പ്രവർത്തകരുടെ സ്ഥിതി? പാർട്ടി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കേരളമായി കേരളം മാറി. പൊതുപ്രവർത്തകരെ ബഹുമാനിക്കരുത്, ആദരിക്കരുത് എന്ന ഒരു സംസ്കാരം ഇവിടെ പോലീസിൽ വളർത്തിയെടുത്തു ഈ ADGP. ആ ഒരു അവസ്ഥയിൽ MLA പോയിട്ട് മന്ത്രിമാരെ പോലും ഒരു പരിധി വിട്ട് ഗൗനിക്കാത്തവരായി കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും മാറി. ആർക്കാണ് ഉത്തരവാദിത്തം? അരുൺ, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുക? നമുക്കറിയാലോ, അവിടെ നമ്മുടെ എതിരാളികൾ കോൺഗ്രസ് ആണ്. ഒന്നാമത്തെ എതിരാളി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ പാർട്ടിയാണ്. ഇന്നും നെഹ്റു കുടുംബത്തിനോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുള്ള നാടാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി എന്ന രീതിയിലുള്ള മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നടന്നാലും കോൺഗ്രസ്സിന് ഇവിടെ വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കൂടെ ആളുകളുണ്ട്. അപ്പുറത്ത് മുസ്ലിം ലീഗാണ്, മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം അവരുടെ കൂടെയാണ്. അവർക്ക് ആ ബേസ് മതി. കേരള കോൺഗ്രസിനും അതുപോലെ മറ്റൊരു ബേസ് ഉണ്ട്. BJPക്കും ഈ പറയുന്ന മതത്തിൻ്റെ ബേസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്താണ് അരുൺ? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അവർക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി, അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയി, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പോലീസുമായി ഇടപെട്ട് സംസാരിച്ച് അവർക്ക് ആശ്വാസം നൽകി, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രാപ്പകലിൽ അധ്വാനിച്ച്, ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി അധ്വാനിച്ച്, ഇങ്ങനെ ഇടത്തരക്കാരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ രാവിലെ തൊട്ട് ഏറ്റെടുത്ത് വൈകുന്നേരം വരെ അവർക്ക് ആശ്വാസം നൽകിപ്പോയി അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആ പ്രവർത്തനത്തിന് തടയിട്ടാൽ പിന്നെ ഡോക്ടർ അരുൺ, ഈ പാർട്ടി എങ്ങനെ കേരളത്തിൽ നിലനിൽക്കും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. തടയിടുന്നതിൻ്റെ ഒന്നാം നമ്പർ ഈ DGPയും ഈ പോലീസുമാണെങ്കിൽ പറയൂ. അങ്ങ് പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പാർട്ടി അണികളുമായി ഞാൻ ബന്ധപ്പെട്ടു, അതിൽ പല നേതാക്കളുമായി ബന്ധപ്പെട്ടു. അവരിൽ ചിലർക്ക് ആശയക്കുഴപ്പമുണ്ട്, ചിലർ അങ്ങയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിയുന്നു എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതേപോലെ പോലീസിംഗിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് എന്നൊരൊറ്റ വകുപ്പ് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിയാനുള്ള ശ്രമം നടക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട പാർട്ടിയല്ലേ, പാർട്ടിയിലെ ഘടകമല്ലേ? മലപ്പുറത്തൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇല്ലേ? മലപ്പുറത്തൊരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇല്ലേ? ആ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിക്കേണ്ട സംസ്ഥാന സമിതിയിലെ അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലേ? ഇതും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലൂടെ പാർട്ടി സംഘടനയല്ലേ? അങ്ങ് യഥാർത്ഥത്തിലാകാൻ ശ്രമിക്കുന്നത് ഒരു സൂപ്പർ പാർട്ടി സെക്രട്ടറി ആണോ എന്നൊരു ചോദ്യമുണ്ട് വിമർശനാത്മകമായി.